ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അഞ്ജൂസ് വ്ലോഗ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. നമുക്കൊരു തിരുവാര പ്രോഗ്രാമുണ്ട്. ഇവിടെ അടുത്തൊരു അയ്യപ്പ ക്ഷേത്രമുണ്ട്. ആ അയ്യപ്പ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ചിട്ടുള്ള ഒരു തിരുവാര പ്രോഗ്രാമാണ്. അപ്പോൾ അതിന് എങ്ങനെയാണ് നമ്മൾ മേക്കപ്പ് ചെയ്യുന്നതെന്നുള്ള ഒരു ചെറിയ ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ തിരുവാതിരയും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലിൽ കയറിയിട്ട് നമ്മുടെ വീഡിയോസ് കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതിൻ്റെ തൊട്ടപ്പുറത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിരുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വേഗം തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വേഗം തന്നെ മേക്കപ്പിലേക്ക് പോയാലോ. അപ്പോൾ നമുക്ക് ഫേസിൽ സൺസ്ക്രീം അപ്ലൈ ചെയ്യാട്ടോ. അത് നല്ലൊരു സൺസ്ക്രീമാണ്. കുറച്ച് എമൗണ്ട് എടുത്തിട്ട് നമുക്ക് ഫേസിൽ എല്ലായിടത്തും ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതാകുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് വേറെ അഡീഷണൽ മേക്കപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. നല്ലൊരു സൺസ്ക്രീമാണ്. ഇതിട്ട് കൊടുത്താൽ തന്നെ നമ്മുടെ ഫേസ് മൊത്തത്തിലൊന്ന് കവറിങ് ആവും. അപ്പം ഞാനത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. നല്ലപോലെ അതിനുശേഷം ഞാൻ പിന്നെ ഒരു ക്രീമും കൂടെ ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊരു സാന്തലിൻ്റെ ക്രീമാണ് കേട്ടോ. ജസ്റ്റ് ഒരു ഗ്ലേസിങ് തരും നമ്മുടെ ഫേസിൽ. അപ്പോൾ ആ ക്രീമും കൂടെ ഞാൻ എടുക്കുന്നുണ്ട്. അതൊരു കുറച്ച് എമൗണ്ട് എടുത്താൽ മതി കേട്ടോ. അതും കൂടി സൺസ്ക്രീം ഇട്ടതിന് ശേഷം ഫേസിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ആ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. നല്ലപോലെ ഫേസിൽ ഇട്ട് കൊടുക്കണേ. നമുക്ക് ചെറിയൊരു ഗ്ലേസിങ് പോലെ കിട്ടുമേ. അതും കൂടെ ഇട്ടതിന് ശേഷം ഞാൻ പിന്നെ ഇനി ഐബ്രോ ഫില്ല് ചെയ്യാൻ പോവാണേ. ഇത്തിരി റേറ്റ് ഒന്നും ഇല്ല. സാധാരണ ഞാൻ ഈ പെൻസിൽ വെച്ചിട്ട് തന്നെയാണ് ഐബ്രോ ഫില്ല് ചെയ്യുന്നത് കേട്ടോ. നല്ല പെൻസിലാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് എഴുതാൻ പറ്റും. അപ്പം ഞാൻ 2 ഐബ്രോസും ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടോ, ഇതാണ് പെൻസില്. അതിനുശേഷം ഞാനിനി ഐ ഷാഡോ പാലറ്റ് എടുക്കുകയാണ്. നമുക്ക് കണ്ണിൻ്റെ മുകളിൽ കുറച്ച് ഐ ഷാഡോ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഞാൻ വളരെ ലൈറ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. അതിൽ നമുക്കൊരു ലൈറ്റ് റോസ് കളറാണ് ഞാൻ എടുക്കുന്നത്. എന്നിട്ട് കണ്ണിൻ്റെ മുകളിൽ നമ്മുടെ കൈ കൊണ്ട് തന്നെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതാകുമ്പോൾ നല്ല ലൈറ്റായിട്ട് ഇരുന്നോളും. ഒത്തിരി ഓവർ മേക്കപ്പായിട്ട് നമുക്ക് തോന്നുമില്ല. അപ്പം ഞാൻ ആ റോസ് കളറ് കണ്ണിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം നമുക്കിനി ഐലൈനർ എഴുതാവേ. ഞാൻ നല്ലപോലെ നീട്ടി എഴുതുന്നുണ്ട് ഐലൈനറെ. അപ്പം നമുക്ക് കണ്ണിന് നല്ല അത്യാവശ്യം നല്ല ഒരു നീളമൊക്കെ തോന്നും കേട്ടോ. ഞാനിങ്ങനെ നീട്ടി ഇച്ചിരി എഴുതുന്നുണ്ട്. കാരണം സെറ്റ് മുണ്ടുമൊക്കെ ഉടുക്കുമ്പോൾ തിരുവാതിര കളിക്കൊക്കെ നമ്മുടെ കണ്ണിന് നല്ലൊരു വലിപ്പവും തോന്നിക്കും. ഞാൻ മുകളിൽ മാത്രമേ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. താഴെയൊന്നും എഴുതുന്നില്ല കേട്ടോ കണ്ണിൻ്റെ. എഴുതി കഴിയുമ്പോഴത്തേക്കും നല്ല ഭംഗിയായിട്ടിരിക്കും. അപ്പം നമ്മൾ ഐലൈനർ എഴുതി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മസ്കാര അപ്ലൈ ചെയ്യാവേ. നമ്മുടെ കണ്ണൊന്നും കൂടെ എടുത്ത് നിൽക്കും. മസ്കാരയും കൂടെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നല്ല ഒരു ഭംഗിയൊക്കെ ഇരിക്കും നമ്മുടെ കണ്ണ് കാണാൻ. ഇനി നമുക്ക് ലിപ്സ്റ്റിക്കും കൂടി ഇട്ട് കൊടുക്കാം.
അധികം ഡാർക്കായിട്ടല്ലെങ്കിലും കുറച്ച് ലൈറ്റായിട്ട് ഞാൻ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് മതിയാ, ഞാൻ ലിപ് ലൈനർ ഒന്നും ഉപയോഗിക്കുന്നില്ല, ജസ്റ്റ് ലിപ്സ്റ്റിക്ക് കൊണ്ട് മാത്രം ഇടുകയാണ് കേട്ടോ. നന്നായിട്ടിരിക്കും ലിപ്സ്റ്റിക്ക്, ലോങ് ലാസ്റ്റ് ചെയ്യും കേട്ടോ നല്ലതുപോലെ. ഐബ്രോസും ഒക്കെ ഇപ്പോൾ നല്ലപോലെ സെറ്റായിട്ടുണ്ട് എഴുതിയിട്ട്. ഇനി നമുക്ക് പൊട്ട് വെച്ച് കൊടുക്കാം. അപ്പം ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ളൊരു മേക്കപ്പാണ്. മേക്കപ്പ് കഴിഞ്ഞു, നമുക്കിനി കമ്മലിട്ട് കൊടുക്കാം കേട്ടോ. കമ്മൽ ഞാനിവിടെ ജുംക്കയാണ് ഉപയോഗിക്കുന്നത്, ജുംക്ക കമ്മലാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ നമുക്കൊരു ലോങ് മാല ഇട്ട് കൊടുക്കാം. നല്ല ഭംഗിയാട്ടോ, വൈറ്റ് സ്റ്റോണിൻ്റെ ഒരു നല്ലൊരു മാല കേട്ടോ അത്. പിന്നെ ഒരു ചോക്കർ പോലത്തെ ഒരു ചെറിയൊരു മാലയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ബ്ലാക്ക് കളറിലെ കുപ്പിവള വേണം. അതിൻ്റെ കൂടെ ഫാൻസി 2 വളകളും ഇടുന്നുണ്ട് കേട്ടോ. കുപ്പിവളയുടെ കൂടത്തിൽ ആ ഫാൻസി വളയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 കയ്യിലും നമുക്കിടണേ. അങ്ങനെ 2 കയ്യിലും നമ്മൾ വളകളും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ അങ്ങനെ ഇട്ടിട്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ഫാൻസിയും കൂടെ ആകുമ്പോഴത്തേക്കും നല്ല രസമുണ്ട്. ഇനി സെറ്റ് സാരി അല്ല കേട്ടോ, സെറ്റ് മുണ്ട് ഞാൻ എടുത്തു വന്നിട്ടുണ്ട്. ബ്ലാക്ക് കളറിലെ ബ്ലൗസാണ്, അതേപോലെ ബ്ലാക്ക് കളറിലെ സെറ്റാണ് കേട്ടോ. സൈഡിൽ ബ്ലാക്ക് കളറിലെ കസവാണ് വരുന്നത്. ഞാൻ പറഞ്ഞില്ലേ അയ്യപ്പ സ്വാമിയുടെ പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച്, അപ്പോൾ അയ്യപ്പ സ്വാമിയുടെ ഒരു സോങ്ങാണ് നമ്മൾ എടുത്തിരിക്കുന്നത് തിരുവാതിരയ്ക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ ബ്ലാക്ക് കളറിലെ കസവായിക്കോട്ടെ എന്ന്. അപ്പോൾ നമുക്കിനി മുടി കെട്ടാം കേട്ടോ. അപ്പം ഞാനിങ്ങനെ സൈഡിൽ നിന്ന് എടുത്തിട്ട് ചെറിയ എമൗണ്ട് ചെറുതായിട്ട് എടുത്ത് ഇങ്ങനെ പിരിച്ച് സിമ്പിളായിട്ട് വേഗം കെട്ടുക കേട്ടോ. കുറച്ച് മുടിയെടുത്ത് ഇങ്ങനെ പിരിച്ചെടുക്കണേ. അങ്ങനെ എടുത്തെടുത്ത് നമുക്കൊരു ടിക് ടാക്ക് സ്ലൈഡ് കൊണ്ടിട്ട് നമുക്ക് മുടി ഒന്ന് ടിക് ടാക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് ഇപ്പുറത്തെ സൈഡും കെട്ടിക്കൊടുക്കാവേ. കണ്ടത് നല്ലപോലെ ഇങ്ങനെ ഇരിക്കേ, ആ ഡ്രസ്സ് ഇച്ചിരി ഇങ്ങനെ പൊന്തി ഇങ്ങനെ നിൽക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ഇപ്പുറത്തെ സൈഡും കെട്ടിക്കൊടുക്കാം കേട്ടോ. പെട്ടെന്ന് എടുക്കാം, കുറച്ച് മുടി എടുത്തിട്ട് അതിൽ നിന്ന് ഇങ്ങനെ പിരിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് സ്ലൈഡ് കുത്താം കേട്ടോ. ഇനി നമുക്ക് കുറച്ച് എമൗണ്ട് ഹെയർ ഇവിടെ നിന്നും കൂടെ എടുക്കണം, 2 സൈഡിൽ നിന്നും കൂടെ എടുത്തിട്ട് വേറൊരു ക്ലിപ്പ് കൊണ്ടിട്ട് നമുക്ക് ഒന്ന് ടക്ക് ചെയ്ത് വെക്കാവേ. അപ്പം ഹെയർ സ്റ്റൈൽ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മൾ ഹെയർ സ്റ്റൈലും ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ. ഇനി നമുക്ക് മുല്ലപ്പൂവൊക്കെ വെക്കണം, അതൊക്കെ നമ്മൾ അവിടെ ചെന്നിട്ടേ വെക്കുകയുള്ളൂ. അവിടെ ഒരു വീട്ടിൽ നമ്മൾ മേടിച്ച് വെക്കുകയാണ്, നമ്മുടെ കൂടെ കളിക്കുന്ന ഒരു ചേച്ചി കൊണ്ടുവരേ. അപ്പം മുല്ലപ്പൂവും അതേപോലെ തന്നെ നമ്മൾ തുളസിയും കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. 2ഉം കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ തലമുടിയിൽ വെക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ മേക്കപ്പ് ലുക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ചെയ്തേ, നല്ല അടിപൊളി മേക്കപ്പ് ലുക്കാണ്. ഇനി നമുക്ക് നമ്മുടെ ഹെയറിൻ്റെ ബാക്ക് സൈഡ് ഞാനൊന്ന് കാണിച്ചു തരാം. ജസ്റ്റ് കണ്ടോ, ലൈറ്റിൻ്റെ ചെറിയൊരു ഇഷ്യൂ ഉണ്ട് കേട്ടോ, അത് കാരണം നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ലേ. ഇനിയിപ്പം നമ്മൾ റെഡിയായി കഴിഞ്ഞ് ഇനിയിപ്പം ഞാൻ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുമ്പോഴത്തേക്കും കാശിക്കൂട്ടൻ ഉമ്മയൊക്കെ തരാൻ വേണ്ടി വിളിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഉമ്മ കൊടുത്തിട്ട് വേഗം തന്നെ പോവാണ് കേട്ടോ. ഞാൻ ഓട്ടോയിലാണ് പോകുന്നത്. അപ്പം നമുക്കിനി തിരുവാതിര കളി കണ്ടാലോ? ശങ്കര പ്രഭു ഇതായിരുന്നു തൊഴുന്നേ എരിപിൻ പൂവളത്തില ഇതൾ മാല ധരിച്ചും കൊണ്ടിരിക്കും ശങ്കര പ്രഭു ഇതായിരുന്നു തൊഴുന്നേ. ഹരേ ദേവ മഹാദേവ സദാശിവ തൊഴുന്നേ. തൊഴുന്നേ പരന്നിടും പ്രപഞ്ചത്തിൽ പകൽ
രാത്രികളെ ചേർത്തു പരമഗംഭീരമാകും പരവേശ തൊഴുന്നേ പരന്നിടും പ്രപഞ്ചത്തിൽ പകൽ രാത്രികളെ ചേർത്തു പരമഗംഭീരമാകും പരവേശ തൊഴുന്നേ പാടുത്വമേറിയിടും നല്ല പുലിതോലും മരമൂരി തൊടുത്തണിഞ്ഞിരിക്കുന്നോരും മാതാതൊഴുന്നേ പാടുത്വമേറിയിടും നല്ല പുലിതോലും മരമൂരി തൊടുത്തണിഞ്ഞിരിക്കുന്നോരും മാതാതൊഴുന്നേ ഹരേ ദേവ മഹാദേവ സദാശിവ തൊഴുന്നേ മഹാശൈലാധികാരിന്റെ ഇതാമാട്ടി തൊഴുന്നേ സഹസ്രകോടികൾ ചേർന്നു നമ ശിവായ മന്ത്രത്തെ നടക്കലിന്ദിരാ നോക്കി തുണിച്ചും കണ്ടിരിക്കുമ്പോൾ സഹസ്രകോടികൾ ചേർന്നു നമ ശിവായ മന്ത്രത്തെ നടക്കലിന്ദിരാ നോക്കി തുണിച്ചും കണ്ടിരിക്കുമ്പോൾ സമസ്താപരാധവും കൊണ്ടകത്തുള്ളതിനോട്ടിനെ അകറ്റുവാൻ ഹരേ ദേവ മഹാദേവ സദാശിവ തൊഴുന്നേ മഹാശൈലാധികാരിന്റെ ഇതാകാട്ടി തൊഴുന്നേ മഹാമന്ത്രാധികാരിന്റെ ഇതായിരുന്നു തൊഴുന്നേ മഹാമായ ഭഗവതി ഇതാനിന്നെ തൊഴുന്നേ ശ്രീ